ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യമാണ് തുർക്കി, പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട്. പക്ഷേ ഇന്ത്യ തുർക്കിയെ കൈയൊഴിഞ്ഞപ്പോൾ തുർക്കി പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് തുർക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? അതായത് തുർക്കി എന്ന് പറയുന്നത് പ്രധാനമായി നിലനിൽക്കുന്ന അവരുടെ വിനോദസഞ്ചാര മേഖല കൊണ്ടാണ്. നമുക്ക് കൃത്യമായിട്ടറിയാം, അവർക്ക് വിനോദസഞ്ചാര മേഖലയിൽ വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാകുന്നു. അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 12% ഈ വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അവരുടെ മൊത്തം തൊഴിലിൻ്റെ 10% പ്രവർത്തിക്കുന്ന ഈ പറയുന്ന വിനോദസഞ്ചാര മേഖലയിലാണ്. നമ്മൾ അവിടെയാണ് കൈവച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്ക് ഈസി മൈ ട്രിപ്പും ഇക്സിഗോയും അടക്കമുള്ള ആപ്പുകൾ പറഞ്ഞിരിക്കുന്നു, തുർക്കിയിലേക്ക് പോകരുത്, നിങ്ങൾ തുർക്കിയിലേക്കുള്ള യാത്ര റദ്ദ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. തുർക്കിയിലേക്കുള്ള എല്ലാ ഓഫറുകളും മേക്ക് മൈ ട്രിപ്പ് പോലുള്ള ആപ്പുകൾ റദ്ദാക്കിയിരിക്കുന്നു, ഓഫറുകൾ നിർത്തിയിരിക്കുന്നു, അവരവരുടെ ഈ പറയുന്ന ആഡുകൾ നിർത്തിയിരിക്കുന്നു. തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയെ പൂർണ്ണമായിട്ട് ഇന്ത്യ ബഹിഷ്കരിക്കുകയാണ്. അതവർക്ക് ഒന്നാമതേറ്റ അടിയാണ്. അപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തടസ്സം വരുമാനത്തിൽ ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിൽ സുരക്ഷാ കമ്പനിയായിട്ടുള്ള സെലബിയുമായി കരാറുകൾ അവർക്കുണ്ടായിരുന്നു. അത് അദാനിയായിട്ടാണ് ഈ കരാറുകൾ. അതെല്ലാം നിർത്തലാക്കിയിരിക്കുന്നു. പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളായ മുംബൈ, അഹമ്മദാബാദ് തുടങ്ങിയ വിമാനത്താവളങ്ങളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. അവരുടെ ജീവനക്കാരുണ്ടായിരുന്നു, തുർക്കിക്കാരുണ്ടായിരുന്നു. ഇവരോടെല്ലാം പാക്ക് ചെയ്ത് പെട്ടിയെടുത്ത് നിങ്ങൾ രാജ്യം വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സഞ്ചരിക്കുന്ന മാസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സഞ്ചാരികൾ, അതായത് കുട്ടികളടക്കം ഫാമിലി ട്രിപ്പുകളാണ് ഈ ഘട്ടത്തിൽ പോകുന്നതെങ്കിൽ അടുത്ത ഘട്ടം, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ജീവിതം നയിക്കുന്ന, അതായത് വിശ്രമ ജീവിതം നയിക്കുന്ന ആൾക്കാരും ഈ പറയുന്ന ഹണിമൂൺ ട്രിപ്പുകളൊക്കെയാണ് പോകുന്നത്. അവരും ഇപ്പോൾ ഈ പറയുന്ന ഘട്ടത്തിൽ തുർക്കിയിലേക്കുള്ള യാത്രകൾ റദ്ദ് ചെയ്തിരിക്കുന്നു. അതായത് 22% മുതൽ 33% വരെയുള്ള വിനോദസഞ്ചാരം ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇനി ആൾക്കാർ അങ്ങോട്ട് ബുക്ക് ചെയ്യുന്നുമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പോകുന്ന ട്രിപ്പുകൾ തുടരുന്നത് മലയാളികൾ മാത്രമാണ് എന്നുള്ളതാണ്. മലയാളികളിലെ ഒരു വിഭാഗം ഇപ്പോഴും അങ്ങോട്ടേക്ക് ട്രിപ്പുകൾ പോകുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്തു. ഇതിനകത്ത് വിമാന സർവീസിൻ്റെ മേന്മ, അതുപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ് മീറ്റിങ്ങുകൾക്കും ബിസിനസ് പരിപാടികൾക്കുമുള്ള വെന്യൂകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ, വിവാഹങ്ങൾ അവിടെ വെച്ച്, ആഡംബര വിവാഹങ്ങളെല്ലാം അവിടെ വെച്ച് നടത്താറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് അവർക്ക് ഇന്ത്യ സ്വീകാര്യമായി മാറുന്നത്. അവരെ ഇന്ത്യ സ്വീകാര്യമായിട്ട് എടുക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റികളും അവർ കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ അവരെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ വലിയ ബിസിനസ് ട്രിപ്പുകൾ, വലിയ ബിസിനസ് മീറ്റിങ്ങുകളെല്ലാം അവിടെ റദ്ദാക്കപ്പെടുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള യാത്രാ ചെലവും യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ ചെലവും വെട്ടിക്കുറയ്ക്കാനായിട്ട് വലിയ കമ്പനികളുടെ പലപ്പോഴുമുള്ള മീറ്റിങ്ങുകൾ തുർക്കിയിൽ വെച്ച് നടത്താറുണ്ട്. തുർക്കിയിൽ വെച്ച് നടത്തുന്ന ഈ മീറ്റിങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ അവർ റദ്ദ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വലിയ വരുമാനങ്ങൾ, വലിയ ഹോട്ടലുകളുടെ ബുക്കിങ്ങിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു. ഇന്ത്യ ബഹിഷ്കരിച്ചതോടെ ഇന്ത്യക്കാർ അവിടെ മീറ്റിങ്ങിന് ചെല്ലില്ല എന്ന് പറയുമ്പോൾ യൂറോപ്യൻസ് വരുന്നത് നിർത്തലാക്കപ്പെടുന്നു. യൂറോപ്യൻസ് ഈ പറയുന്ന മേഖലകൾ തിരഞ്ഞെടുക്കാൻ, ഇന്ത്യക്കാർക്കൊപ്പം യാത്ര ചെയ്യാൻ, ഇല്ലെങ്കിൽ അവിടെ ബിസിനസ് മീറ്റിങ്ങുകൾ നടത്താനൊക്കെ ഉള്ള ആൾക്കാർ അത് നിർത്തലാക്കുന്നു. ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ട്രാവൽ ഏജൻറ്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തുർക്കിയെ പൂർണ്ണമായിട്ടും ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇതുവഴിയുള്ള ഈ പറയുന്ന പുതിയ ബുക്കിങ്ങുകളിൽ 60% ഇടിവാണ് തുർക്കിക്ക് വന്നിട്ടുള്ളത്. ഇതിൽ തുർക്കിയിൽ ബുക്ക് ചെയ്താൽ 22%, അസർബൈജാനിൽ ബുക്ക് ചെയ്തവരിൽ 30% ഈ പറയുന്ന ബുക്കിംഗ് റദ്ദ് ചെയ്ത് കഴിഞ്ഞു. മേക്ക് മൈ ട്രിപ്പിൻ്റെ പ്രൊമോഷൻ ഓഫറുകളും അവർ മതിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ബുക്കിംഗ് ട്രാവൽ ഏജൻസികൾ എടുക്കരുതെന്നും ഈ പറയുന്ന ഒരു നിർദ്ദേശം ഏജൻസികളുടെ അസോസിയേഷനുകൾ ഇവർക്ക് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 4 ലക്ഷത്തോളം പേരാണ് തുർക്കി സന്ദർശിച്ചത്. ആകെ തൊഴിലിൻ്റെ 10%ആണെന്ന് ഓർക്കണം. അതായത് 4 ലക്ഷം പേർ തുർക്കിയിലെത്തുമ്പോൾ അവിടുത്തെ മൊത്തം തൊഴിൽ ശേഷിയുടെ 10% ആൾക്കാർ ഈ പറയുന്ന ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഈ പറയുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. GDPയുടെ 12% ടൂറിസത്തിൽ നിന്നാണ്. 1 ലക്ഷത്തിലേറെ പേർ മാത്രമാണ് 10 വർഷം മുമ്പ് തുർക്കിയിലേക്ക് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ. പക്ഷേ ഇപ്പോൾ അത് 3 ഇരട്ടിയായിരിക്കും. 4 ലക്ഷത്തി അധികം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം തുർക്കി സന്ദർശിക്കുന്നുണ്ട്. 2500 മുതൽ 3000 കോടി രൂപ വരെ ഇതോടെ നമ്മൾ ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്യുന്നതോടുകൂടി തുർക്കിക്ക് നഷ്ടമാകും. ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വിവാഹത്തിന് 3 മില്യൺ മുതൽ 8 മില്യൺ രൂപ വരെയാണ്
ചിലവാകുന്നത്. ആ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിക്ക് അവിടെ വലിയ വരുമാനമാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾക്കായിട്ട് അവിടുത്തെ ഈ പറയുന്ന ട്രഡീഷണൽ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ പഴയ കൊട്ടാരങ്ങൾ, ഈ പറയുന്ന മ്യൂസിയം മാതിരിയുള്ള നിർമ്മിതികൾ, ഇവയെല്ലാമാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലുകൾ, സ്റ്റാർ ഹോട്ടലുണ്ട്, 5 സ്റ്റാർ, 7 സ്റ്റാർ, 9 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ ബിസിനസ് പരിപാടികൾ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളൊക്കെ നടക്കുന്നു. ഇതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ 90 ബില്യൻ്റെ നഷ്ടമാണ് തുർക്കിക്ക് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളിൽ നിന്ന് മാത്രം ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം നഷ്ടമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകളാണ്. ഈ ആപ്പിളുകൾ, തുർക്കി ആപ്പിളുകൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. 1200 കോടി രൂപയുടെ ആപ്പിൾ ഇറക്കുമതിയാണ് ഇന്ത്യയിലേക്ക് തുർക്കിയിൽ നിന്ന് നടന്നിരുന്നത്. ഇതിപ്പോൾ ഇന്ത്യ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മാർബിളുകൾ തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നിർത്തുകയാണെന്ന് രാജസ്ഥാനിലെ മാർബിൾ വ്യാപാരികൾ പ്രഖ്യാപിച്ചു. അതോടുകൂടി തന്നെ തുർക്കിയിൽ നിന്ന് സ്വീകരിക്കുന്ന മാർബിളുകളിൽ വലിയ ഇടിവുണ്ടാകും. അവരുടെ കയറ്റുമതി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കയറ്റുമതിയുണ്ട്. ആ കയറ്റുമതിയെ പൂർണ്ണമായിട്ട് തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ ഇന്ത്യയിലേക്ക് ഒരുപാട് കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലായാലും ശരി, തുരങ്ക നിർമ്മാണം, IT, മെട്രോ കരാറുകൾ, ഇത്തരത്തിലുള്ള എല്ലാ കമ്പനികളുടെ കരാറുകളും ഇന്ത്യ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം നടപടികൾ എടുക്കുന്നു. അതോടുകൂടി തന്നെ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ കമ്പനികൾക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ഇത് തുർക്കിയിലുള്ള കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അതുപോലെ തന്നെ ഈ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തും. കാരണം തുർക്കിയിലെ ശതകോടീശ്വരന്മാരായ ബിസിനസ്സുകാരെല്ലാം തന്നെ അവരുടെ സർക്കാരിനെ എതിർക്കുന്ന നിലയിലെത്തിയിട്ടുണ്ട്. അവരുടെ സമ്പന്നർ എന്ന് പറഞ്ഞ ഒരു ക്രീമി ലെയറാണ്. അവരാണ് പലപ്പോഴും ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ പാർട്ടികൾക്കുമെല്ലാം ഫണ്ട് ചെയ്യുന്നത്. അവർ ഇപ്പോൾ തന്നെ സമ്മർദ്ദം ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തുർക്കിക്ക് പ്രശ്നം വഹിക്കുന്നുണ്ട്. എന്നാൽ തുർക്കിയുടെ രാഷ്ട്രീയ നേതൃത്വം അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരം വെറും 2% മാത്രമാണെന്നാണ്. പക്ഷേ അത് അവരുടെ മാധ്യമങ്ങളും അവരുടെ സർക്കാരും വിശദീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള ഇടിവ് വരുന്നത് തുർക്കിയുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി തന്നെ ബാധിക്കും. അവരുടെ മുന്നോട്ട് പോക്കിൽ വലിയ നഷ്ടമുണ്ടാക്കും. അതുപോലെ തന്നെ ഈ പറയുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ സഹായിച്ചതാണ്. ഇവരുടെ ഡ്രോണുകളുടെ വിശ്വാസ്യത വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. പല രീതിയിലും ഈ ഡ്രോണുകൾക്ക് ശത്രുവിനെ തകർക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറു രാജ്യങ്ങൾ പലതും ഇവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, തുർക്കിയുടെ കയ്യിൽ നിന്ന്. അവരൊക്കെ തന്നെ ഇപ്പോൾ വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങൾക്ക് വേണ്ടാന്ന്. പ്രധാനമായിട്ടും ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവരുടെ വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമാക്കി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനോനോ സർവകലാശാലയുമായിട്ട് JNU ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അതായത് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം അടക്കമുള്ള കരാറുകളുണ്ടായിരുന്നു. ഈ കരാറുകൾ പൂർണ്ണമായിട്ട് നിർത്താനായിട്ട്, റദ്ദ് ചെയ്യാനായിട്ട് JNU സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ തോതിൽ വ്യാപിക്കും. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പ്രതിഷേധമുണ്ടാകും, വ്യാപാര മേഖലയിൽ നിന്ന് പ്രതിഷേധമുണ്ടാകും, ബിസിനസ്സുകാർ പ്രതിഷേധമുണ്ടാകും, ടൂറിസം മേഖലയിൽ പ്രതിഷേധമുണ്ടാകും. തുർക്കിയെ വലിയ ഒരു പണി കൊടുത്ത് ഇന്ത്യ ഒതുക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും.